ഈശ്വരസിയായിട്ട് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ റോബി CST. ഏതാനും വർഷങ്ങളായി നേപ്പാളിൽ ജോലി ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അതെല്ലാം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഈ കഴിഞ്ഞ ദിവസം നേപ്പാൾ സർക്കാർ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എല്ലാം നിരോധിക്കുകയുണ്ടായി. അതേ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ അക്രമാസക്തമായ സിറ്റുവേഷനും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നേപ്പാൾ വികാരിയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ ഫാദർ സിലാസ് ബൊബോട്ടിയുടെ നേതൃത്വത്തിൽ നേപ്പാളിലെ എല്ലാ ആശ്രമങ്ങളിലും എല്ലാ പള്ളികളിലും പ്രത്യേക പ്രാർത്ഥന സർവീസുകളും വിശുദ്ധ കുർബാനയും വൈകുന്നേരം ആരാധനയും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. മിഷണറിമാരെല്ലാം തീഷ്ണമായി ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ സിറ്റുവേഷൻ മെച്ചപ്പെടാനും ഒരു ശാന്തിയും സമാധാനവും നമ്മുടെ രാജ്യത്ത് പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി മിഷണറിമാർ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മിഷണറിമാരും എല്ലാവരും സുരക്ഷിതരാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളനുസരിച്ച്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുവജനങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ സ്ഥാപനങ്ങളുമാണ്. കൂടെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് പങ്കുള്ള അവരുടെ സ്ഥാപനങ്ങളെല്ലാമാണ് അവർക്ക്. പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പോലീസ് സ്റ്റേഷനുകൾ, അങ്ങനെയുള്ള പബ്ലിക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ എല്ലാം തന്നെ സുരക്ഷിതനാണ്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നാരായണഘട്ട് സിറ്റിയിലാണ് നിൽക്കുന്നത്. നാരായണഘട്ട് സിറ്റിയിൽ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ് നമ്മൾ കാണുന്നത്. മുനിസിപ്പാലിറ്റി കത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്ത് കാട്ടുപാപ്പാടി ചെറുപാട് കത്തിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി നേപ്പാളിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഒരു ബാക്കി പത്രം എന്നതുപോലെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സർക്കാർ ഓഫീസുകൾ, പോലീസ് സ്റ്റേഷനുകൾ, അങ്ങനെ സർക്കാരിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകൾ, വീടുകൾ എല്ലാം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രാജ്യത്ത് നടക്കുന്ന അക്രമത്തിനും അഴിമതിക്കുമെതിരെ സർക്കാരിന് നേരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് യൂത്ത് നേപ്പാളിൻ്റെ എല്ലാ സിറ്റികളിലും ഇറങ്ങി സർക്കാർ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസുകൾ, വീടുകൾ എല്ലാം തീയിട്ട് നശിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്.